വിലാപയാത്ര പാളയം PMG പ്ലാമൂട് പിന്നിട്ട് പട്ടത്തേക്ക് എത്തിയിരിക്കുന്നു. മുദ്രാവാക്യം മുഴക്കിയാണ് അണികൾ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം എന്നുള്ളത് വലിയൊരു പോരാട്ടമായിരുന്നു. 4 വയസ്സാകുമ്പോൾ അമ്മയെ നഷ്ടപ്പെടുന്നു. വസൂരി ബാധിച്ച അമ്മയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ചെറിയ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം എപ്പോഴും ഒരു ദുഃഖത്തോടെ പറയുന്നതാണ് തനിക്ക് അമ്മയെ ദൂരെ നിന്ന് കാണാൻ മാത്രം കഴിഞ്ഞ ആ ഒരു കാലത്തെക്കുറിച്ച്. പിന്നീട് 11 വയസ്സാകുമ്പോൾ അച്ഛൻ നഷ്ടപ്പെടുന്നു, അച്ഛനെ നഷ്ടപ്പെടുന്നു. ജ്വരം ബാധിച്ചുള്ള മരണമായിരുന്നു. അപ്പോഴൊക്കെ താൻ ഈശ്വരനോട് കേണപേക്ഷിച്ചതാണ് തൻ്റെ അച്ഛനെയെങ്കിലും തനിക്ക് വിട്ടു നൽകണമെന്നുള്ളത്. പക്ഷേ അത് കേൾക്കാത്ത ഈശ്വരൻ ഇനി എന്തിനാണ് അങ്ങനെ ഒരു ദൈവത്തെ വിളിക്കുന്നത്, അങ്ങനെയാണ് താൻ നിരീശ്വരവാദിയായി മാറിയത് എന്നൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ബാല്യകാലം മുതൽ തുടങ്ങിയ ഒരു പോരാട്ടം അത് പിന്നീട് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായി മാറുന്നു. പിന്നീട് അന്ത്യകാലം വരെ അദ്ദേഹം നടത്തിയ പോരാട്ടം. ഏറ്റവും ഒടുവിലായി ആശുപത്രി കിടക്കയിൽ 29 ദിവസം അദ്ദേഹം കിടക്കുമ്പോഴും അദ്ദേഹം ജീവിതത്തിന് വേണ്ടിയുള്ള, ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടത്തിലായിരുന്നു. 102 വയസ്സാകാൻ പോവുകയാണ്. പക്ഷെ അപ്പോഴും ജനങ്ങൾ ആഗ്രഹിച്ചത് ഈ നേതാവ് വിട്ടുപോകരുത് എന്നുള്ളതാണ്. ഇനിയും ജീവിക്കണം ഞങ്ങൾക്ക് വേണ്ടി VS എന്ന ആഗ്രഹമായിരുന്നു ജനത്തിനുണ്ടായിരുന്നത്. അങ്ങനെ അത്രയധികം ജനങ്ങൾ സ്നേഹിച്ച മറ്റൊരു നേതാവ്, അത്രയധികം ജനകീയനായി മാറിയ മറ്റൊരു നേതാവ് കേരളത്തിനുണ്ടായിരുന്നു എന്നുള്ളതും സംശയമാണ്. പട്ടത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്ലാമൂട്ടിലാണ് ഈ വിലാപയാത്ര എത്തിയിട്ടുള്ളത്. S വിജയകുമാർ വിശദാംശങ്ങൾ. അനുജ, പട്ടത്തേക്ക് എത്തിയിട്ടില്ല, പ്ലാമൂട്ടിലാണ് ഇപ്പോൾ വിലാപയാത്ര എത്തിയിരിക്കുന്നത്. അടുത്തതാണ് പട്ടം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അങ്ങ് ദൂരെ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആ ജംഗ്ഷനിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ ഇടയിൽ ആ വാഹനം ഇപ്പോൾ അല്പസമയം നിർത്തിയിട്ടിരിക്കുകയാണ്. എല്ലായിടത്തും പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വളരെ ചുരുങ്ങിയ സമയങ്ങൾ ആ വാഹനം ഇങ്ങനെ വളരെ സാവധാനം ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു വരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്തവണയും പ്ലാമൂട്ടിലും അതുതന്നെയാണ്. പ്ലാമൂട്ടിൽ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ നമ്മൾ ഇവിടെ എത്തുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും പ്ലാമൂട്ടിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അവർക്കിടയിലൂടെയാണ് VS അവസാന യാത്ര യാത്രാമൊഴി ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ CPM വലിയ സ്വാധീനമുള്ള മേഖലകളിലൂടെ പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ വലിയ മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി, കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യമൊക്കെ ഏറ്റുവാങ്ങി. അതാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത്. അതൊരു മുദ്രാവാക്യമല്ല. എനിക്ക് തോന്നുന്നത് പ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ, ഒരു മുദ്രാവാക്യം എന്ന നിലയിലല്ല. അങ്ങനെ VS അത്തരം മുദ്രാവാക്യങ്ങൾ, സ്നേഹോഷ്മളമായ യാത്രാമൊഴിയൊക്കെ ഏറ്റുവാങ്ങി ഈ വലിയ ജനസഞ്ചയത്തിനിടയിലൂടെ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയുടെ തുടക്കം അദ്ദേഹം നിരവധി പൊതുപ്രവർത്തനങ്ങൾ നടത്തിയ ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തോട് ഇപ്പോൾ പ്ലാമൂട്ടിലേക്ക് ആ വിലാപയാത്ര എത്തിയിരിക്കുകയാണ്. ഇനി പട്ടം, കേശവദാസപുരം, ആറ്റിങ്ങൽ, അങ്ങനെ ആ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ കടമ്പാട്ടുകോണം അതിർത്തി വരെ അങ്ങനെ തന്നെ എത്തും. തിരുവനന്തപുരം ജില്ല VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വൈകാരികമായി അടുപ്പമുള്ള ഒരു മേഖല കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരുവനന്തപുരത്തിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രംഗത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം അക്ഷരാർത്ഥത്തിൽ നിയമസഭ എന്നതുകൊണ്ട് മാത്രമല്ല, അത് തിരുവനന്തപുരം തന്നെയായിരുന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം പാർലമെന്ററി ജീവിതം ഏതാണ്ട് പൂർണ്ണമായും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിയമസഭാംഗമായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. തന്നെയുമല്ല, പാർട്ടി സെക്രട്ടറിയും മുന്നണി കൺവീനറും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും തിരുവനന്തപുരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല. ആ തിരുവനന്തപുരത്തോട് VS വിട ചൊല്ലുകയാണ്. വളരെ വൈകാരികമായ ഒരു യാത്രാമൊഴിയാണ് പ്രിയപ്പെട്ട VSന് തിരുവനന്തപുരത്തെ പൗരാവലി നൽകുന്നത്. നമ്മൾ രാവിലെ ദർബാർ ഹാളിൽ കണ്ടതാണ് ആ വലിയ ജനക്കൂട്ടം അവിടെ കൊഴുകിയെത്തി അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമാഞ്ജലി അർപ്പിക്കുന്നത്. ആ കാഴ്ച പിന്നീട് നമ്മൾ ഏതാണ്ട് 2 മണിവരെ ഇങ്ങനെ തുടർച്ചയായി അണമുറിയാത്ത ഒരു പ്രവാഹമായിരുന്നു ദർബാർ ഹാളിലേക്ക്. അത് കഴിഞ്ഞിപ്പോഴിതാ ആ വിലാപയാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ പാളയത്തും PMGയിലും ഇപ്പോഴത്തെ പ്ലാമൂട്ടിലും അതേ ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും പ്രവർത്തകരുടെ വലിയ സ്നേഹം അദ്ദേഹത്തിന് ഉണ്ട്. ആ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി അവർക്കിടയിലൂടെ കണ്ണേ കരളെ VS എന്ന അവരുടെ ആ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് ആ വാഹനം ഇപ്പോഴിങ്ങനെ ഇനി അടുത്തത് പട്ടത്തേക്ക് നീങ്ങുന്നത്. പട്ടത്തും വലിയ ജനക്കൂട്ടം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പോയിന്റിലും VSനെ കാണാൻ അവസരം കിട്ടുന്ന ഓരോ പോയിന്റിലും പാർട്ടി പ്രവർത്തകരും
അനുഭാവികളും പാർട്ടി ബന്ധുക്കളും സാധാരണക്കാരും ഒക്കെയായ ആയിരക്കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. അവർക്കിടയിലൂടെയാണ് VS ആലപ്പുഴയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാന യാത്ര നടത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിയമസഭയുടെ മുന്നിലൂടെയൊക്കെ VS കടന്നു വരുമ്പോൾ നമ്മളുടെ കൺമുന്നിൽ തെളിയുന്നത്, അല്ലെ നമ്മളുടെ ഉള്ളിൽ തെളിയുന്നത് എത്രയോ വലിയ നിയമസഭാ പ്രസംഗങ്ങളുടെ, നിയമസഭ കേന്ദ്രമാക്കി VS നടത്തിയ എത്രയോ വലിയ പോരാട്ടങ്ങളുടെ മുഖമായിരുന്നു നമ്മൾക്ക് ആ നിയമസഭയുടെ മുന്നിലൂടെ വരുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്ന VS നിയമസഭയിൽ നടത്തിയ ഐതിഹാസികമായ പ്രസംഗങ്ങൾ, പ്രതിപക്ഷ നേതാവായിരിക്കെ ഭരണപക്ഷത്തെ പൊള്ളിച്ച എത്രയോ നിയമസഭാ ഇടപെടലുകൾ, VSന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ വലിയ തുടർച്ചയായി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നടത്തിയ വലിയ നിയമസഭാ പോരാട്ടങ്ങൾ. നിയമസഭ യഥാർത്ഥത്തിൽ VS ഒരു സമര കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. നിയമസഭ എന്നത് VSനെ സംബന്ധിച്ച് മറ്റൊരു സമരമുഖമായിരുന്നു, സമര കേന്ദ്രമായിരുന്നു. ആ സമര കേന്ദ്രത്തെ മുന്നിൽ നിർത്തി VS നിയമസഭ കേന്ദ്രമാക്കി നടത്തിയ വലിയ പോരാട്ടങ്ങൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ കൂടി ഇടം പിടിച്ചിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ കന്നി പ്രസംഗം മുതൽ അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭാംഗവും ഒക്കെയായി അദ്ദേഹം നടത്തിയ നിയമസഭാ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ, നിർണായകമായ നിയമനിർമ്മാണങ്ങൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നിർണായക നിയമനിർമ്മാണങ്ങളൊക്കെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ നിയമസഭാ ചരിത്രത്തിൽ, നിയമനിർമ്മാണ ചരിത്രത്തിൽ എങ്ങനെയാണ് സഭാതലത്തെ ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയാക്കി മാറ്റേണ്ടത് എന്നതിൽ എനിക്ക് തോന്നുന്നു VS ഒരു സർവകലാശാല കണക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ VS യഥാർത്ഥത്തിൽ നിയമസഭയ്ക്ക് പുറത്ത് സമര പോരാളിയും നിയമസഭയ്ക്കകത്ത് അത്യുജ്വലനായ നിയമസഭാ സാമാജികനുമായി നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വിളങ്ങിയ കാലം ഇപ്പോഴത്തെ ആ നിയമസഭയ്ക്ക് മുന്നിലൂടെ ആ വിലാപയാത്ര പോകുമ്പോൾ നമ്മൾ ഓർക്കുകയായിരുന്നു. അങ്ങനെ VS എന്നത് കേരളത്തിന്റെ സമരചരിത്രങ്ങളുടെ ആകത്തുക ആറ്റിക്കുറുക്കിയെടുത്ത രണ്ടക്ഷരമായി VS മാറുമ്പോൾ ഒപ്പം നിയമസഭാ തലം ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ അതിഗംഭീരമായ പോരാട്ടങ്ങളും നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര നിയമസഭയ്ക്ക് മുന്നിലെത്തുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതും ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. നമ്മളിതാ ഇപ്പോൾ പ്ലാമൂടിൽ നിന്ന് പട്ടത്തേക്കുള്ള യാത്ര, വിലാപയാത്രയിൽ പങ്കെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു പദയാത്ര കണക്കെയാണ് ഈ വിലാപയാത്ര പോകുന്നത്. വഴിയുടെ ഇരുവശവും ഇങ്ങനെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. അവർക്കിടയിലൂടെ VSന്റെ വിലാപയാത്ര വാഹനങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമൊക്കെ ഇങ്ങനെ പദയാത്ര കണക്കെ, മാധ്യമ പ്രവർത്തകരുമൊക്കെ ഒരു പദയാത്ര കണക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആലപ്പുഴ വരെ ഈ യാത്ര ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. ഇനിയിപ്പോൾ പട്ടത്തേക്കാണ് ഈ യാത്ര നീങ്ങുന്നത്. പട്ടത്തും പ്രവർത്തകരുടെ വലിയ നിര VSനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇടയിലൂടെ ഈ വാഹനം ഇങ്ങനെ വളരെ സാവധാനം നീങ്ങുകയാണ്. നേരത്തെ ഈ CPMന്റെ നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 10-11 മണിക്കൂർ എടുത്തേക്കും ഇങ്ങനെയാണെങ്കിൽ ഈ യാത്ര ആലപ്പുഴയിൽ എത്തിച്ചേരാൻ. രാത്രി 1 മണിക്കോ 2 മണിക്കോ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുക രാത്രി വളരെ വൈകിയായിരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഓരോ കേന്ദ്രങ്ങളിലും കൂടുതൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും പാർട്ടി ബന്ധുക്കളും ഒക്കെ VSനെ കാണാനായി എത്തും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. പ്ലാമൂട് കഴിഞ്ഞ് പട്ടത്തേക്കുള്ള യാത്രയാണെങ്കിലും ആ റോഡിന് ഇരുവശവും ഇങ്ങനെ ആളുകൾ കൂട്ടമായി നിൽക്കുന്നുണ്ട് VSന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. അനുജ.